അതായത് ജനങ്ങളെ മതം വിറ്റ് ചൂഷണം ചെയ്യുന്നവരുടെ കയ്യിൽ പണം ഉണ്ടാവും, ഒരു സക്കാത്ത് കൊടുക്കൂല, ഒരു സദക്ക കൊടുക്കൂല, ഒരു 10 ഉറുപ്പ്യ ഒരാൾക്ക് കൊടുക്കൂല. ഉസ്താദുമാർ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്ന ഒരാൾ ഈ സദസ്സിൽ എണീറ്റിക്ക് ഈ KP പെട്ട ഒരു ഉസ്താദ് നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രം എന്ന് പറ. ഏതെങ്കിലും ഒരു ഉസ്താദ് പള്ളിയിൽ സക്കാത്തിനെ പറ്റി പ്രസംഗിക്കല്ലാതെ സക്കാത്ത് കൊടുക്കുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉസ്താദ് എന്ന് സക്കാത്ത് വാങ്ങി ഏതെങ്കിലും ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടോ? ഉസ്താദ് സക്കാത്ത് കൊടുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? അത് അള്ളാഹ് പറഞ്ഞു, പുരോഹിതന്മാരാണോ മതം വിറ്റാണോ ജീവിക്കുന്നത് എങ്കിൽ ഒരു ഉറുപ്പിയ ഒരു ചെലവഴിക്കൂല, ആ പൈസ മുഴുവൻ കെട്ടിപ്പൂട്ടി വെച്ച് അതിന്റെ മേലെ അടയിരിക്കുന്നു. അങ്ങനെ ഒരു ആയത്തിന്റെ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു. അതാരെയാ? ബഷീർ, സുബൈർ, ആമിന, ആയിഷ തുടങ്ങിയ മുസ്ലിങ്ങളെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്. ജൂതനോടല്ല, ക്രിസ്ത്യാനിനോടല്ല, നരേന്ദ്രമോദിനോടല്ല, പിണറായി വിജയനോടല്ല, അല്ല മൈത്രേയനോടല്ല, മുസ്ലിമീങ്ങളോട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി, തീർച്ചയായും നിങ്ങളുടെ ഉസ്താദുമാരിൽ, നിങ്ങളുടെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. അല്ലാട്ടോ പറയുന്നത്, മുജാഹിദ് ബാൽശിരിയല്ല. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ നിങ്ങളെ തെറ്റിച്ചുകൊണ്ട്. എന്ത് മനസ്സിലായി എന്നറിയോ? ജനങ്ങളുടെ ധനം ഉസ്താദിന് സ്വന്തമാക്കണമെങ്കിൽ ജനങ്ങളെ മതവിരുദ്ധത പഠിപ്പിച്ചാലേ നടക്കൂ. അതായത് യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുകയാണെങ്കിൽ ഉസ്താദുമാർക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാണ്ടാവില്ല, ഉസ്താദുമാർക്ക് അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവും. ഈ റമളാനിൽ കൊടുങ്കാറ്റ് അടിച്ചു വീശുന്ന പോലെ ദാനം ചെയ്തിരുന്നു ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സമ്പന്നനായിരുന്നു, സമ്മതിച്ചോ? നബിക്ക് നോമ്പിന് കൈമടക്ക് കൊടുത്തിരുന്നോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? കൊടുത്തിരുന്നോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന കോടീശ്വരൻ നബിക്ക് കൈമടക്ക് കൊടുത്തിരുന്നോ? പള്ളിയുടെ ഗേറ്റിൽ ഇങ്ങനെ നിന്നിട്ട് അത് പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രത്യേക സ്റ്റെപ്പ് എടുത്ത് നിൽക്കുക. ഈ പരിപാടി ആർക്കുള്ളതാ? അനങ്ങിയ ഫാത്തിഹ. അനങ്ങിയ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അനങ്ങിയ പൈസ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഫാത്തിഹ ഓതുന്നത് പൈസ ഉണ്ടാക്കാൻ. അന്യായമായി പണ്ഡിത പുരോഹിതന്മാരെ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം തിന്നുന്ന ആരാ പറഞ്ഞിരുന്നത്? ഒരിക്കലും കള്ളം പറയാത്ത റബ്ബാ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഏറ്റവും സംശയത്തോടുകൂടി കാണേണ്ടത് ആരെയാ? മൗലവിമാരെ. കാരണം അള്ളാഹ് പറയുന്നത് ഭൂരിപക്ഷവും പോക്കാന്ന്, വക്കുട്ടിയതാണ്. നമ്മുടെ അവസ്ഥയോ? ഉസ്താദിനെ തൊണ്ട തൊടാതെ മിണുങ്ങ.